നിങ്ങൾ പറയുന്ന നിങ്ങളിൽ ചിലർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ സ്റ്റോപ്പ് മെമ്മോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെമ്മോ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയുമില്ല. നിങ്ങളിൽ ചിലർ ആരുടെ പക്കൽ നിന്നെങ്കിലും ഇത് നിർത്തിവെപ്പിക്കാമെന്ന് കരുതി അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടിയന്തിരമായി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടാത്ത നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു സ്റ്റോപ്പ് മെമ്മയെ കുറിച്ച് ഞാനെന്ത് പറയാനാ? വാക്കാൽ നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ഇന്നലെ അവിടുത്തെ പഞ്ചായത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ നിർദ്ദേശം ഉണ്ടാ? വാക്കാൽ നിങ്ങൾ കുറെ കാലമായല്ലോ ഈ വാർത്താ ചാനലുമായി മൈക്കുവെച്ച് നടക്കുന്നത്. ആരെങ്കിലും നിയമപരമായി വാക്കാൽ ഉത്തരവ് നൽകാറില്ല. രേഖാമൂലം അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല, മെമ്മോ കിട്ടിയിട്ടില്ല ലീഗിന്. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ ചാനലുകാർക്ക് കിട്ടിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. വല്ല മരംമുറി സംബന്ധിച്ച എന്തെങ്കിലും സ്റ്റോപ്പ് മെമ്മോ ആർക്കെങ്കിലും കിട്ടിയോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവരോട് ചോദിക്കാം. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് ചൊല്ലുണ്ടല്ലോ. ചില പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ആദ്യമായി അധികാരം കിട്ടി വന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഭരണകക്ഷിയാവുമ്പോൾ ചിലതൊക്കെ ചെയ്യണം തോന്നും. അത് പാവപ്പെട്ട ഒരു വലിയ ദുരന്തത്തിനിരയായ നിരവധി നൂറുകണക്കിന് കുടുംബങ്ങളെ അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതുകൊണ്ട് ഇത് നിൽക്കില്ല. ഞങ്ങളുടെ പ്രവർത്തനം പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് തീർക്കും. ഇനി എന്താ ഇതിൽ കൂടുതൽ പറയാനുള്ളത്? ഇതുമായി ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഇതിനു മുൻപും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ലീഗിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ല ഉണ്ടായിരുന്നത്. അപ്പം വീണ്ടും വാക്കാൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും ഒന്ന് സംശയിച്ചു പോലെ, അതും ലീഗ് പ്രവർത്തകർ തന്നെ അത് ഉറപ്പിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ വിവാദങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതാണോ? നിങ്ങളുണ്ടാക്കിയതല്ലേ? നിങ്ങൾക്ക് എവിടെ നിന്നോ തെറ്റായി വിവരം കിട്ടും, നിങ്ങളത് പർവ്വതീകരിച്ചു കൊടുക്കും. ഞങ്ങൾ അന്നും പറഞ്ഞു ഒരു വിവാദവുമില്ല, ഭംഗിയായി നടക്കും. ഇപ്പോഴും പറയുന്നു ഒരു വിവാദവുമില്ല, ഒരു തടസ്സവുമില്ല, ഭംഗിയായി നടക്കും. ആരൊക്കെ എതിർക്കാനും തടുക്കാനും ശ്രമിച്ചാലും നടക്കില്ല. ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്താ സംശയം? പലതരം താല്പര്യങ്ങളുണ്ട്. ഈ ഗവൺമെന്റിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന നിങ്ങൾക്കിടയിലുള്ള ആളുകളുണ്ട്. അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടാകും. അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. ആമുഖം എന്നോണം ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ വയനാട് നടക്കുന്ന ഈ പുനരധിവാസ പ്രവർത്തനം, ഈ വീട് നിർമ്മാണം, അവിടെ ലീഗ് നടത്താനിരിക്കുന്ന ഈ ടൗൺഷിപ്പ്, ഈ നിർമ്മാണം മുടക്കി ഇതിന്റെ ഉള്ളിൽ കളിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ കരുതുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ചോ, നിങ്ങൾ ഓർത്തു വെച്ചോ. ഇതിന് വല്ല കോട്ടവും സംഭവിക്കാൻ ഇത് കാരണമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നോർത്തോ. കേരളത്തിന്റെ ലീഗിന്റെ പ്രവർത്തകര് അവര് തെരുവിലിറങ്ങുക എന്ന് മാത്രമല്ല, വേണ്ട വിധത്തിൽ എല്ലാത്തിനും കൈകാര്യം ചെയ്യും. അക്കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം വയനാട്ടിലെ പാവങ്ങളാണ്. പാവങ്ങൾ എന്ന് പറഞ്ഞ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതായവർ. അത് ഒരു ജീവിതം കൊണ്ട് സംഭവിച്ചതല്ല, ഒരൊറ്റ രാത്രി കൊണ്ട്, ഒരു മരവെള്ളപ്പാച്ചിൽ കൊണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതായവർ, കുടുംബങ്ങളിൽപ്പെട്ട മക്കളെയും ഭാര്യയെയും അങ്ങനെ എല്ലാവരെയും നഷ്ടപ്പെട്ടവർ. അങ്ങനെ എല്ലാം കൊണ്ടും അന്ന് അവരുടെ ദേഹത്തുണ്ടായി, അല്ലെങ്കിൽ അന്ന് ആ മുണ്ടക്കയിൽ ഇല്ലാതെ ആയതുകൊണ്ടും ആ പ്രദേശത്ത് അന്ന് രാത്രി അവർ ഇല്ലാത്ത കാരണം കൊണ്ട് ബാക്കിയായ ഒരുപാടധികം കുടുംബങ്ങൾ, അങ്ങനെയുള്ള പാവങ്ങൾ, പട്ടിണി പാവങ്ങളായി മാറിയവർ. അവർക്ക് നിങ്ങളുടെ സർക്കാർ പറഞ്ഞത് എന്താ? എല്ലാ മാസവും വാടക കൊടുക്കാം, അവർക്ക് ചെലവിനുള്ള കാശ് കൊടുക്കാം, അവരെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാം. ഇതൊന്നും നിങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. ഞങ്ങൾ ലീഗുകാർ മാത്രമേ ചെയ്തുള്ളൂ. അവിടെ ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ മാത്രമേ ചെയ്തതുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ തീപ്പെട്ടിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊട്ടാരമാണ് അവിടെ നിർമ്മിക്കുന്നത്, വീടാണ് നിർമ്മിക്കുന്നത്. നിങ്ങൾ തീപ്പെട്ടിക്കൂടാണ് ഉണ്ടാക്കി കൊടുത്തത്. മനസ്സിലാക്കണം. നിങ്ങളുടെ ക്ലിഫ് ഹൗസിൽ തൊഴുത്തുണ്ടാക്കാൻ 48 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇവിടെ ഒരു വീടുണ്ടാക്കാൻ, തീപ്പെട്ടിക്കൂടുണ്ടാക്കാൻ 30 ലക്ഷം.
അത് മൂരാളുങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയ സഖാക്കളെ ഓർത്തു വെച്ചോ, ഇത് തീക്കളിയാ. ഇത് നിങ്ങൾ വല്ലാതെ മുന്നോട്ട് പോകില്ല. അതിൻ്റെ മാധ്യമപ്രവർത്തകരോട് ഇല്ല കഥകൾ പരിപ്പിച്ചെടുത്ത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ഓരോന്നോരോന്നായി ചികഞ്ഞ് ഈ പദ്ധതി അങ്ങ് മുടക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ, ഞങ്ങളെ കൊണ്ട് പോകില്ല. ഇതൊക്കെ മറികടക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഇപ്പോഴും തങ്ങളെ ഒരു വാക്കിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുക കേരളത്തിലെ ലീഗിന്റെ പ്രവർത്തകര്. തങ്ങളെ ഒരു വാക്ക്, ആ വാക്ക് കിട്ടിയാൽ മതി. പിന്നെ മുണ്ടക്കയിൽ ഇപ്പൊ ഈ തൃക്കൈപ്പറ്റയിൽ ഈ പറയുന്ന സ്ഥലത്തുണ്ടല്ല, ഈ വീട് നിർമ്മാണം നടക്കുന്ന പുനരധിവാസം നടത്താൻ ഞങ്ങൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്ന ആ സ്ഥലത്തുണ്ടല്ലോ, അവിടെ ഞങ്ങളൊരു മതിലങ്ങോട്ട് കെട്ടും. ആ മതിലങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാണ്ടല്ലേ പിന്നെ ആ മതില് ഭേദിച്ച് നിങ്ങൾക്ക് അകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ നെഞ്ചത്ത് ചവിട്ടിയിട്ടായിരിക്കും നിങ്ങൾ പോലുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് വേണ്ട. ഈ നെറികെട്ട രാഷ്ട്രീയം, നാണമില്ലാത്ത നാറികളെ, ഈ നെറികെട്ട രാഷ്ട്രീയം അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. ഈ നെറികെട്ട രാഷ്ട്രീയം മുസ്ലിം ലീഗിന്റെ അടുത്ത് വില പോകില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്നും ഈ വയനാട് പുനരധിവാസത്തിൽ നിങ്ങൾക്കൊരു വെല്ലുവിളി തന്നെയാ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളി തന്നെയാ. ഇനി നാളെ ഈ പുനരധിവാസം, ഈ ടൗൺഷിപ്പ് പൂർത്തീകരിച്ച് ഇതിന്റെ താക്കോല് അതിന്റെ അർഹതപ്പെട്ടവർക്ക് കൈമാറി കഴിയുമ്പോൾ അവിടെ അടുത്ത ചർച്ചയുണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ലീഗ് നിർമ്മിച്ച വീടും സർക്കാർ നിർമ്മിച്ച് നൽകുന്ന വീടും തമ്മിലുള്ള കമ്പാരിസൺ അടുത്ത ചർച്ച. ആ ചർച്ചയിൽ നിങ്ങളുടെ തീപ്പെട്ടിക്കൂടും ഞങ്ങളുടെ വീടും തമ്മിലുള്ള, ആനയും മണ്ണാനും തമ്മിലുള്ള വ്യത്യാസം അത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടി ഈ പദ്ധതി എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാൻ വേണ്ടി പല കുറിയായി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യം ഭൂമി ഏറ്റെടുത്തപ്പോൾ ഭൂമി തോട്ടഭൂമിയാണ്, തരം മാറ്റിയതാണ്, ആനയാണ്, മണ്ണാങ്കട്ടയാണ്, ചെലക്കാണ്ട് പോയിനടോ അവിടുന്ന്. വയനാട്ടിൽ എവിടെയാ തോട്ടഭൂമി അല്ലാത്ത വേറെ എന്ത് മണ്ണാങ്കട്ടയാ വയനാട്ടിലുള്ളത്? വയനാട് എന്ന് പറയുന്നത് തോട്ടമാണ്, എല്ലാം തോട്ടമാണ്. അതിനപ്പുറത്തേക്ക് വേറെ എന്താ അവിടെ ഉള്ളത്? ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, തോട്ടഭൂമി തന്നെയാണെന്ന് കരുതുക. ഇപ്പൊ നിങ്ങൾ ഏറ്റെടുത്തത് എന്താ? അത് ഹാരിസൺ മലയാളം ലിമിറ്റേഷന്റെ തോട്ടഭൂമിയല്ല നിങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ. നിങ്ങളോട് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഈ പരിപാടി ഇവിടെ. ഞങ്ങളുടെ കൂട്ടത്തില് നല്ല വിവരവും വിദ്യാഭ്യാസവും നിയമങ്ങളും എല്ലാം കലക്കി കുടിച്ച് അതിനപ്പുറത്തേക്ക് ഒരു സമുദായത്തെ ചേർത്ത് പിടിക്കാനും ഒരു സമൂഹത്തെ ചേർത്ത് പിടിക്കുവാനും എല്ലാത്തിനും കെൽപ്പുള്ള നട്ടലുള്ള ആളുകൾ ഞങ്ങളുടെ നേതൃസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഞാൻ പറഞ്ഞില്ലേ, ഇനി അവസാനം നിങ്ങൾ ഇതിനപ്പുറം കളിച്ചാലും തങ്ങളൊരു വാക്ക് പറഞ്ഞ നിങ്ങൾ കെട്ടിയ മറ്റേ നവോത്ഥാന മതില് പോലെയൊന്നും ആയിരിക്കില്ല ഇത്. ഈ മതില് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു മതിലങ്ങോട്ട് നിർമ്മിക്കും. അതിനെ മറികടന്ന് പോകാൻ കെൽപ്പുള്ള ഏതവനടാ ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതൽ ഞങ്ങളെ ഈ തെരുവിലേക്ക് ഇറക്കരുത് നിങ്ങൾ. ഇത് വയനാട്ടിലെ മുണ്ടക്കയിലെ ചൂരൽമലയിലെ പാവങ്ങളായിട്ടുള്ള ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ആയിപ്പോയ ഒരു ജനസമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. അതിന് വല്ല രീതിയിലുള്ള പാര വെക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരുതൽ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ 6 മാസം പറഞ്ഞ തീയതിയിൽ ഞങ്ങൾ അവിടെ താക്കോല് കൈമാറിയിരിക്കും. അത് ഒന്നല്ല കേട്ടോ, ഞങ്ങൾ പറഞ്ഞ അത്രയും വീടിന്റെ താക്കോൽ ഞങ്ങൾ കൈമാറിയിരിക്കും. അതിൽ നിങ്ങൾക്കൊരു തലക്കവും വേണ്ട. നിങ്ങൾക്ക് നല്ല ബേജാറുണ്ട് എന്നറിയാം. നിങ്ങൾ അതിൽ അത്രയധികം ആകുലരാണ് എന്നും അറിയാം. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയോട്, മക്കളോട്, അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെയുള്ളത് അവരോട് കാണിക്കുക. ഈ നെറികെട്ട നാണം കെട്ട നെറികേട് അതിവിടെ വേണ്ട. ഓർമ്മിപ്പിക്കുകയാണ്, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. പിന്നെ ഏറ്റുപിടിച്ചിട്ട് ഇതൊക്കെ വലിയ ചർച്ചയാക്കിയിട്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് തെറ്റും. ആരൊക്കെ നിന്ന് കഴിഞ്ഞാലും, ഏതൊക്കെ വലിയ മരമുറിക്കാരനും ഏതൊക്കെ വലിയ മാധ്യമ പ്രവർത്തകനും ആരൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമാകില്ല.
ഞങ്ങൾ ഒരു പരിധിക്ക്, ക്ഷമ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറം താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിൽക്കൂല മക്കളെ. അത് നിങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. ഏതൊക്കെ എവനൊക്കെ ആണെങ്കിലും ഇതിനെ നേരിടാനൊക്കെ നന്നായിട്ട് തന്നെ അറിയാം. ഇതൊന്നും മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. നേരിടേണ്ട രീതിയിൽ നേരിടും. അത് ഏതൊക്കെ രീതി എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞങ്ങളത് തീരുമാനിക്കുന്നില്ല. മനസ്സിലായില്ലേ? പാവങ്ങളാടോ, പാവങ്ങൾ. എല്ലാം ഒരു ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതൊക്കെ നഷ്ടപ്പെട്ട് ഒലിച്ചു പോയ സ്വന്തം കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ഒലിച്ചു പോയി. ഇന്നും അവരുടെ ചിന്നിച്ചിതറിയ ശരീരങ്ങൾ പോലും ലഭിക്കാത്ത, തിരിച്ചു കിട്ടാത്ത എത്രയധികം കുടുംബങ്ങൾ. അങ്ങനത്തെ ഒരു സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിന് പാരവെക്കാമെന്നോ അധികാരത്തിൻ്റെ ഈ ഗർവ് കൊണ്ട് ഞങ്ങളെ അങ്ങ് വിരട്ടിക്കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കൂല. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അത് നടക്കൂല. എന്തൊക്കെ വന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകും, ഇത് പൂർത്തീകരിക്കും. ഇനി അവസാനം ലീഗിൻ്റെ പ്രവർത്തകർ, ഞങ്ങൾ ലീഗുകാര് ഈ കേരളത്തിന്റെ തെരുവിലിറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങാനും ഞങ്ങൾ തയ്യാറാ. മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടാലും പ്രസ്ഥാനത്തിന് വേണ്ടി, തങ്ങളുടെ ഒരു വാക്കിന് വേണ്ടി മാത്രമാ വെയിറ്റിംഗ് ആണ്. അത് നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുവാനുള്ള മാർഗമാക്കി കാണണ്ട. ഞങ്ങൾ ഇറങ്ങിയാൽ അത് നിങ്ങൾക്ക് താങ്ങൂല. ഉള്ളതുപോലെ പറയണല്ലോ, ഞങ്ങൾ ഇറങ്ങിയാൽ നിങ്ങൾക്ക് താങ്ങൂല. അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അതിനുള്ള കെൽപ്പ് ഇന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ട്. അത് നിങ്ങൾ ഈ മിണ്ടാതിരിക്കലും ഈ ക്ഷമയും എല്ലാത്തിനെയും സംയമനത്തോടെ പ്രതിസന്ധികളെ നേരിടുന്നതും അത് ഞങ്ങളെ ഒരു എന്താ പറയണ്ട കഴിവുകേടായിട്ട് നിങ്ങൾ കാണണ്ട. ആരൊക്കെയാണെങ്കിലും നിങ്ങളുടെ വീടും ഞങ്ങളുടെ വീടും അതിനു വേണ്ടിയാ വെയിറ്റിങ്. നിങ്ങളുടെ വീടും ഞങ്ങളുടെ വീടും ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 30 ലക്ഷത്തിന്റെ വീടും ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടും ഒന്ന് കാണണമല്ലേ? അത് കാണണം. അത് കേറി കിടക്കുന്നവൻ പുഞ്ചിരിച്ചു കൊണ്ട് ഉറക്കത്തിൽ പോലും പുഞ്ചിരിക്കോളോ ഞങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പോ. അതങ്ങനെയാ. അത് ആ രീതിയിലാ നിർമ്മാണം. ഒന്നിനും ഒരു കുറവും വരുത്താതെ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറയുന്നത് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. അത് ഉണ്ടാവരുത്. അത് ആ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവരുത്. അത് അർഹതപ്പെട്ടവർക്ക് കൈമാറ്റം ചെയ്യരുത്. അതിന്റെ താക്കോൽ അവർക്ക് കൊടുക്കരുത്. ഈ പാവങ്ങൾ, ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ പാവങ്ങൾ ആ വീട്ടിൽ കയറി കിടക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയ സഖാക്കളെ, നാറികളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ലീഗാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ മറക്കണ്ട. ഇത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ അറ്റം വരെ പോയിട്ടും ഞങ്ങളിത് പൂർത്തീകരിക്കും. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കും. അതിലൊന്നും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കേട്ടോ.